കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ ഭാവം നമ്മിൽ വെളിപ്പെടേണ്ടത് വേഷത്തിലും ഭാഷയിലുമല്ല, സ്വഭാവത്തിലായിരിക്കണം. ക്രിസ്തുവിന്റെ 4 വിധ സ്വഭാവ മഹിമകൾ തിരുവെഴുത്തിലൂടെ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവരുടെ പുകഴ്ചയെ ആഗ്രഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് മനുഷ്യപ്രകൃതമാണ്. അതിന് വിരുദ്ധമായത് സംഭവിക്കുമ്പോൾ തളരുകയും തകരുകയും ചെയ്യുന്നവരുണ്ട്. ഒരു വിശ്വാസി മാതൃകയാക്കേണ്ടത് യേശുക്രിസ്തുവിനെ ആയിരിക്കണം. തന്നെത്താൻ ഉയർത്താൻ പരിശ്രമിക്കുന്നവരിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് വ്യാപരിക്കുന്നതെന്ന് 2 തെസ്സലോനി 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 3-ാം വാക്യം. ക്രിസ്തു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു. ക്രിസ്തുവിനെ അപമാനിച്ച ലോകത്തിൽ നിന്നും ആദരവ് സ്വീകരിക്കുന്നത് യേശുവിനെ നാം നിന്ദിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ പിതാക്കന്മാർക്ക് ലോകം യോഗ്യമായിരുന്നില്ല. ലോകത്തിന് സ്നേഹിതനാകുവാൻ പരിശ്രമിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. 3 യോഹന്നാൻ 6:38. യേശുക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടമാണ് നിവർത്തിച്ചത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം സഞ്ചരിക്കുകയും ചെയ്യുന്നത് ദൈവ പൈതലിന് ഒരിക്കലും ഭൂഷണമല്ല. 4 യോഹന്നാൻ 14:6. യേശുക്രിസ്തു സത്യമാണ്. സത്യത്തിന് സാക്ഷികളായ സത്യനമസ്കാരികളായിരിക്കാൻ ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സ്വർഗീയ പിതാവേ, ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ അവിടുന്ന് ഈ പകൽ ഞങ്ങളെ സഹായിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.